friends, welcome to I Choose Kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആണ്. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കിയിരുന്നില്ല, അതിന്റെ ഏകദേശം സെയിം തന്നെയാണ് വൈറ്റ് ഫോറസ്റ്റ് കേക്കും. കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ഒന്നും അധികം ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കേക്കാണ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. അപ്പോൾ നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുട്ട 4 എണ്ണം, മൈദ 1 കപ്പ്, ഷുഗർ പൗഡർ 1 കപ്പ്, ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂൺ, ഉപ്പ് 1 നുള്ള്, സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ, ബട്ടർ 1/2 ടീസ്പൂൺ. കേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് ഷുഗർ പൗഡറും ഷുഗർ സിറപ്പും കുറച്ച് ചെറിയും പിന്നെ വൈറ്റ് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാം. ഒരു അരിപ്പയിൽ മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പിട്ടിട്ടൊന്ന് അരിച്ചെടുക്കാം. 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ഇങ്ങനത്തെ മെഷർമെന്റ് കപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ കപ്സ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് 1 കപ്പ്, 1/2 കപ്പ്, 1/4 കപ്പ് എന്നിങ്ങനെയാണ് മെഷർമെന്റ്. കേക്ക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ മെഷർമെന്റ്സ് കറക്റ്റ് ആയിരിക്കണം, എങ്കിലേ നമ്മൾ വിചാരിച്ച പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. മെഷർമെന്റ് കപ്സ് പോലെ തന്നെ നമുക്ക് മെഷർമെന്റ് സ്പൂൺസും മേടിക്കാൻ കിട്ടും. 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊരു 2 പ്രാവശ്യം അരിച്ചെടുക്കണം. ഇപ്പം ഞാൻ 2 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചിടാം. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാം. ഇതുപോലത്തെ ഇലക്ട്രിക് ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അതില്ലെങ്കിൽ ഇതുപോലത്തെ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. വിസ്ക് ആവുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. ഇലക്ട്രിക് ബീറ്റർ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ ഷുഗർ പൗഡർ ആഡ് ചെയ്യാം. കുറേശ്ശെ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഷുഗർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് കുറേശ്ശെ ആഡ് ചെയ്യാം. ഇനി ഇലക്ട്രിക് ബീറ്റർ ഒന്നും യൂസ് ചെയ്യണ്ട, എന്നിട്ട് സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അഥവാ കട്ട കെട്ടെന്ന് തോന്നുകയാണെങ്കിൽ വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കേക്കിന്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി. ഏകദേശം നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിക്കുമ്പോൾ കിട്ടില്ലേ, അതുപോലെ ഇരിക്കും. ഇനി ഒരു സോസ് പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അത് മെൽറ്റ് ആയാൽ പാത്രത്തിന്റെ അടിഭാഗത്ത് മാത്രം പുരട്ടി കൊടുക്കുക. സൈഡിലേക്കൊന്നും പുരട്ടി കൊടുക്കരുത്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം. നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോൾ ഒരിക്കലും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കരുത്. പാത്രത്തിന് ഉണ്ടാകുന്ന ആ ഒരു ചൂട് മതി ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്. എന്നിട്ട് പാത്രം നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്.
ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൻ്റെ മീതെ ബാറ്റർ ഒഴിച്ചിട്ടുള്ള സോസ് പാൻ വെച്ചിട്ട് മൂടി വെക്കുക. ഇതിൻ്റെ മീതെ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇതുപോലത്തെ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊരു 20-25 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കേക്ക് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്ന ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും മിനിമം 1 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. എങ്കിലേ നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ആണെങ്കിലും നല്ല തണുപ്പുള്ളതായിരിക്കണം എടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല തിക്കാവണ വരെ ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം ലോ, മീഡിയം, ഹൈ അങ്ങനെ സ്പീഡ് കൂട്ടിയിട്ട് ബീറ്റ് ചെയ്താൽ മതി. ഇതിലേക്ക് ഷുഗർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് ഷുഗർ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി മധുരമുള്ളത് കാരണമാണ് ഞാൻ 1/2 കപ്പ് എടുത്തത്. മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ഇതിലും കൂടുതൽ ചേർക്കേണ്ടി വരും. മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ വിപ്പിംഗ് ക്രീം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ കോരി എടുക്കുമ്പോൾ ഈ ബീറ്ററിന്റെ ബ്ലേഡിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കണം. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് കേക്ക് ഡെക്കറേഷൻ ചെയ്യാം. നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടിയൊന്നും കരിയാതെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേക്കിന് ഒരു ചെറിയ ഒരു കുഴി വന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഐഷുമോള് ഇതിന്ന് ചെറിയൊരു പീസ് പിച്ചെടുത്തിട്ട് പോയതാണ്. ആ ഒരു ചെറിയ പ്രോബ്ലം മാത്രം നമ്മുടെ കേക്കിന് വന്നിട്ടുള്ളൂ. ഇനി നമുക്കിത് 3 ലെയറായിട്ട് മുറിച്ചെടുക്കാം. ലെയറാക്കാൻ എടുക്കുന്ന കത്തി നല്ല വലുപ്പമുള്ളതായിരിക്കണം എടുക്കേണ്ടത്. എങ്കിലേ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഓരോ ലെയറായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇപ്പം മുകളിലത്തെ ഭാഗം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ രണ്ടാമത്തെ ലെയർ നമുക്ക് മുറിച്ചെടുക്കാം. രണ്ടാമത്തെ ലെയർ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിയിലത്തെ ഭാഗം നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം പുരട്ടിയിട്ട് അതിൻ്റെ മീതെ വെച്ച് കൊടുക്കാം. ഇതുപോലെ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് പുരട്ടി അതിൻ്റെ മീതെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൽ ഷുഗർ സിറപ്പ് പുരട്ടി കൊടുക്കാം. കേക്കിൽ നന്നായിട്ട് മിക്സ് ആവണം ഷുഗർ സിറപ്പ്. എല്ലാ സൈഡിലേക്കും നന്നായി പുരട്ടി കൊടുക്കണം. ഇനി ഇതിൻ്റെ മീതെ വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കാം. ഇനി കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം.
ഗ്രേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറി ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചെറി ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ള ലെയേഴ്സിലും ചെയ്യാം. കേക്കിൽ നന്നായിട്ട് അലിഞ്ഞു ചേരണം ഷുഗർ സിറപ്പ്. മുകളിലത്തെ ലെയറിലും ഇതുപോലെ ഷുഗർ സിറപ്പ് പുരട്ടി കൊടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യണം. എല്ലാ സൈഡിലേക്കും വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കണം. കേക്ക് കംപ്ലീറ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം കൊണ്ട് കവർ ചെയ്യണം. കേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പൈപ്പിംഗ് കവർ നമുക്ക് മേടിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഇതുപോലത്തെ നോസിൽസും നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഡിസൈൻ വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. ഇനി പൈപ്പിംഗ് കവർ ഇല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടോ ബട്ടർ പേപ്പർ വെച്ചിട്ടോ ഒരു കോണാക്കി എടുത്തിട്ട് ഇതുപോലെ പൈപ്പിംഗ് കവർ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. സൈഡിലേക്കൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മീതെ ചെറി വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുക. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല ഭംഗിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.